ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട വറീഫ്ലി റിട്ടയർമെന്റ് കൺസൾട്ടന്റ് ജയശ്രീ ഗോവിന്ദ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ ടോപ്പിക്കിന്റെ ബാക്കി എന്ന രീതിയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് റിട്ടയർമെന്റ് പ്ലാനിനെ കുറിച്ച് അല്ലെങ്കിൽ റിട്ടയർമെന്റ് ലൈഫിനെ കുറിച്ച് ഉള്ള ആളുകളുടെ ഫിയറിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. അതിന്റെ തന്നെ ബാക്കിയായ അടുത്ത ഒരു ഫിയർ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ കോസ്റ്റിനെ കുറിച്ചാണ്. പല ആളുകളും പ്ലാൻ ചെയ്യുമ്പോൾ റിട്ടയർമെന്റ് ലൈഫിനെ കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ പേടിക്കുന്ന ഒരു കാര്യമാണ് ഹെൽത്ത് കെയർ കോസ്റ്റിനെ കുറിച്ചുള്ള അവരുടെ ചിന്ത എന്ന് പറയുന്നത്. അതായത് ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് തന്നെ ഹെൽത്ത് കെയർ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസുകളാണ്. ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ ബില്ലൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തലകറങ്ങും. അപ്പൊ ആ ഒരു രീതിയിലേക്കാണ് ഇന്ന് കോസ്റ്റ് വളരെയായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു പേടി പലർക്കും ഉണ്ട്. റിട്ടയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക, ഒരു മെഡിക്കൽ എക്സ്പെൻസ് ആവശ്യമായി വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു പേടി. ഈ ഒരു പേടി പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിന്റെ ഈ കോസ്റ്റ് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കാരണം. രണ്ടാമത്തേന്ന് വെച്ചാൽ ലോങ്ങവിറ്റിയാണ്. അതായത് നമ്മൾ ലോങ് ടൈം ജീവിച്ചിരിക്കുന്ന ഒരു ടൈമാണ്. ഇപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് പലരും ആയുസ് അല്ലെങ്കിൽ ദീർഘായുസ്സായിട്ട് കൊണ്ടിരിക്കുകയാണ്, നീണ്ടു വരികയാണ്. ആ സമയത്ത് നമ്മൾ വിചാരിച്ചാൽ ചിലപ്പോൾ 100 വയസ്സ് വരെയൊക്കെ ജീവിക്കുവാണെങ്കിൽ ഈ പറഞ്ഞ ഹെൽത്ത് കെയർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള പേടിയാണ് പലർക്കും ഉണ്ടാവുന്നത്. ഇതിനെന്താണ് സൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ വേണ്ടത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കാനുള്ളത്. അത് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ മേജർ ആയിട്ടുള്ള പല മെഡിക്കൽ എക്സ്പെൻസും അതിനകത്ത് കവറേജ് കിട്ടും. പിന്നെ ഉള്ളതാണ് ലോങ് ടൈം നമുക്ക് കെയർ ആവശ്യമാണ്. അപ്പൊ അതിന് വേണ്ട കെയറിന് വേണ്ട കവറേജ് നമ്മൾ അതിന് വേണ്ട കോസ്റ്റ് നമ്മൾ നേരത്തെ തന്നെ കൺസിഡർ ചെയ്യണം, അതിന് വേണ്ട പ്ലാൻ ചെയ്യണം. അതായത് കുറച്ച് കൂടുതൽ നാള് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കെയർ വേണം. ചിലപ്പോൾ ഹോം നേഴ്സിനെയൊക്കെ വെക്കേണ്ട ആവശ്യം വരും. അപ്പൊ ആ ഒരു എക്സ്പെൻസ് ഒക്കെ നമ്മൾ പരിഗണിച്ചിട്ട് വേണം നമ്മൾ ഒരു ഇൻഷുറൻസ്, അത്തരം ഒരു ലോങ് ടൈം ഇൻഷുറൻസ് ഒക്കെ എടുത്തു വെക്കാനായിട്ട്. അത് അടുത്ത ഒന്നാണ് നമ്മൾ അതിന് വേണ്ടി ഒരു ടാക്സ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സേവിങ്സ് നമ്മൾ നടത്തുക. അപ്പം നമ്മുടെ ആ ഒരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ടാക്സ് അഡ്വാൻറ്റേജും കിട്ടും. ഒപ്പം തന്നെ ഒരു മെഡിക്കൽ എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള എമർജൻസി ഫണ്ടും നമുക്ക് രൂപീകരിക്കാനായിട്ട് സാധിക്കും. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ഒരു ഹെൽത്ത് കെയർ കോസ്റ്റിനെ കുറിച്ചുള്ള ഭയം ഇല്ലാതെ നമുക്ക് റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.